പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നത് അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് കാണുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ സൈഡിൽ ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പം നമുക്ക് ഇന്നത്തെ കണ്ടന്റിലേക്ക് പോവാം. ഞാനിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഇരുന്നപ്പം എടുക്കാന്ന് വെച്ച ഒരു കണ്ടന്റ് ആണ്. അതായത് ഇപ്പം എൻ്റെ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവരും അത് കഴിഞ്ഞവരും വരാനിരിക്കുന്നവരും അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം എൻ്റെ ഈ ഒരു മെന്റാലിറ്റിയും കാര്യങ്ങളിലൊക്കെ ഒത്തിരി പേർക്ക് അതായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. തോനെയും ഗേൾസിനായിരിക്കും ഈ ഒരു കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഇപ്പൊ വളരെ കുറച്ച് നാളുകളായിട്ട് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകളാണ്. അതായത് എന്താണ് ആങ്സൈറ്റി എന്ന് പറയാല്ലേ, ഡിപ്രഷൻ എന്നൊന്നും പറയാൻ എനിക്ക് ഡിപ്രഷനിലോട്ട് പോകാനുള്ള വലിയ റീസൺസും കാര്യങ്ങളും ഒന്നും ഇല്ല. പക്ഷെ എന്തോ റീസൺ ഇല്ലാത്ത കുറെ കാര്യങ്ങൾ നമ്മളിങ്ങനെ സ്റ്റക്ക് ചെയ്യാന്ന് പറയത്തില്ലേ. അതായത് നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം. വെറുതെ ഇരിക്കുമ്പോഴാണെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആണെങ്കിൽ പോലും നമ്മുടെ ഉള്ളൊരു ശൂന്യമായിട്ടുള്ള ഒരു അവസ്ഥ, നമുക്കിപ്പം ഒന്നിനോട് വലിയ താല്പര്യമില്ലാത്ത ഒരു രീതിക്ക്, അല്ലെങ്കിൽ ഞാനൊന്നും ആകുന്നില്ല, എത്തുന്നില്ല എന്നൊക്കെ കുറെ ചിന്തകളുള്ള കുറെ മനുഷ്യരുണ്ട്. എന്നെപ്പോലെ ഒത്തിരി ആൾക്കാർ കാണും. അല്ലെങ്കിൽ എൻ്റെ ഒപ്പമുള്ള ആൾക്കാർ എന്തൊക്കെയോ ചെയ്യുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടും എത്ര ബുദ്ധിമുട്ടിയിട്ടും ഞാനൊന്നും ആകുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കുറെ ചിന്തകൾ. ഞാൻ ഒത്തിരി എഫേർട്ട് എടുക്കുന്നുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഒത്തിരി കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആവുന്നുണ്ട്. പക്ഷെ എനിക്ക് കിട്ടുന്നതെല്ലാം ഫുള്ള് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാ. അങ്ങനെ പിന്നെ നമുക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ അതൊക്കെ ഓർത്ത് ഭയങ്കരമായിട്ട് വിഷമം. നമ്മൾ പറയുന്നതൊന്നും കേൾക്കാൻ പോലും ചില മനുഷ്യർ ഇതാവത്തില്ല. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയും, ഇപ്പൊ ഞാൻ വീട്ടിൽ തന്നെ ഇവിടെ ഞാൻ ഡിപ്രഷനിലേക്ക് പോകാന്ന് പറയുമ്പോൾ അമ്മയില്ല, നമ്മളില്ല വീഡിയോസിലൊക്കെ കാണുന്നത്, നീ ഇവിടെ നിന്ന് എങ്ങും പോകുന്നില്ല, കുറച്ചാളത്തേക്ക് നീ ഇങ്ങോട്ടും പോകാൻ പറ്റത്തില്ല എന്നുള്ളൊരു രീതി. കാരണം അവർക്കത് മനസ്സിലാവത്തില്ല. നാളെ നമ്മുടെ ഒരു ജനറേഷനിലുള്ള നമ്മളൊക്കെ ചിലപ്പോൾ അച്ഛനമ്മമാരാകുമ്പോൾ നമുക്ക് ഈ ഒരു വേർഡുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. കാരണം അവർ ആ ഒരു ജനറേഷനിലുള്ള കാര്യങ്ങൾ. എൻ്റെ അമ്മ പറയുന്നത് വെച്ചാൽ അവർക്കന്ന് ഡിപ്രഷനും ആങ്സൈറ്റിക്കും ഉള്ള സമയമൊന്നുമില്ല. അന്ന് എന്താണ് കഷ്ടപ്പാടുകളും പഠിക്കാൻ പോകുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളിലും വീട്ടിലെ ജോലികളിലും ഒക്കെ പോകുന്ന ആൾക്കാർ എങ്ങനെയാണ് ഡിപ്രഷനിലും ആങ്സൈറ്റിയിലോട്ടും പോകുന്നത്, അവർക്ക് അതിനുള്ള സമയം പോലും ഇല്ല. എന്നാൽ ഇപ്പം ചോദിക്കും, ഞാൻ വെറുതെ ഇരിക്കുമല്ല, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ യൂട്യൂബിലെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നില്ല, അത് ഒന്നും വളരെ ചെറിയ കാര്യങ്ങളൊന്നും അല്ല, ഒത്തിരി എഫേർട്ട് എടുത്ത് ചെയ്യുന്നതാണ്. പിന്നെ ബാക്കി പഠിത്തമായാലും കാര്യങ്ങളായാലും സമയമില്ല. പക്ഷെ എന്നിട്ട് പോലും നമ്മൾ ചുമ്മാ ഇങ്ങനെ വണ്ടിയുടെയൊക്കെ സൈഡിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ച് എനിക്ക് അങ്ങനെ തന്നെയായിരുന്നു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യരെ ഞാൻ കെട്ടിപ്പിടിച്ച് കരയുക. അങ്ങനെ ഒരു മാസമായിട്ട് ഞാൻ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളിലേക്കാണ് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ കടന്നു പോകുന്ന മനുഷ്യരോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്. അതായത് ഒരു കാര്യത്തെ തന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ തികട്ടി ആ കാര്യങ്ങളെ ഓർത്ത് ഇങ്ങനെ വിഷമിക്കരുത്. അങ്ങനെ വിഷമിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി ഡൗൺ ആവത്തതേ ഉള്ളൂ. ഞാനിപ്പം തുറന്നു തന്നെ ഞാനൊരു കാര്യം പറയാം. ഞാൻ ജസ്റ്റ് ഒരു ഒരു സൈക്കോളജിസ്റ്റിനെ വരെ കാണേണ്ട ഒരു അവസ്ഥയിലേക്ക് പോയി. പക്ഷെ പുള്ളി എന്നെ മടൽ വെട്ടിയടിക്കുന്ന ഒരു രീതിക്കാണ് തിരിച്ചു വിട്ടത്. പുള്ളി പറഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു പ്രത്യേകിച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല, നിങ്ങൾക്ക് കഴിക്കാൻ ഫുഡുണ്ട്, അല്ലെങ്കിൽ സമയത്ത് കിടന്നുറങ്ങാൻ നല്ല വീടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്നിട്ടും നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത് വരുന്നത് എന്ന് നമ്മൾ തന്നെ വരുത്തി വെക്കുന്നതാണ് ചില കാര്യങ്ങളൊക്കെ. അപ്പം നിങ്ങൾ മാക്സിമം കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആവുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെന്ന് പറഞ്ഞാൽ എനിക്കിപ്പം മെയിനായിട്ട് ഒരു സമയത്ത് ഇതിന്റെ കൂടെ തന്നെ വന്നിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, എൻ്റെ മുഖത്തൊക്കെ ഇങ്ങനെ പിമ്പിൾസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇതുവരെ അങ്ങനെ പിമ്പിൾസും കാര്യങ്ങളൊന്നും വന്നിട്ടുള്ള ആളല്ല. അപ്പൊ ഈ ആൾക്കാർ ഇങ്ങനെ കാണുമ്പോൾ തന്നെ പെട്ടെന്ന്, അയ്യോ ഫേസിൽ മൊത്തം പിമ്പിൾസ് ആണല്ലോ, എന്താണ്. അതെന്നെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ച ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ പറയും, അതൊന്നും കുഴപ്പമില്ല, നമ്മൾ മനുഷ്യരല്ലേ, അങ്ങനെ ഗുരുക്കളും കാര്യങ്ങളൊക്കെ വരും പോവും, അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ ഈ കാണുന്ന ആൾക്കാർ, ഇപ്പൊ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ അവര് ചിലപ്പോൾ എന്നെ വിഷമിപ്പിക്കണം എന്നുള്ള ഒരു ചിന്താഗതിയിലായിരിക്കത്തില്ല സംസാരിക്കുന്നത്. അവര് ജസ്റ്റ് എൻ്റെ ഒരു ക്ലിയർ സ്കിൻ ആയിരുന്നല്ലോ, പെട്ടെന്ന് പിമ്പിൾസ് വന്നപ്പം അവർക്ക് കണ്ടപ്പോൾ അങ്ങനെ ഒരു ഇതിൽ വെച്ചിട്ടായിരിക്കും പറയുന്നത്. പക്ഷെ അതെന്നെ ഭയങ്കരമായിട്ട് തളർത്തിയ ഒരു കാര്യമായിരുന്നു. അപ്പം എന്നിട്ട് പിന്നെ ഞാൻ എൻ്റെ അമ്മയോട് തന്നെ ചോദിക്കായിരുന്നു, അമ്മയ്ക്ക് എന്നോട് ഇഷ്ടക്കുറവുണ്ടോ, കാര്യങ്ങളുണ്ടോ, അങ്ങനെയുണ്ടോ. എനിക്ക് അങ്ങനെ പലമാതിരി ചിന്തകളായിരുന്നു. ആൾക്കാർ എന്നെ എങ്ങനെ കാണുന്നു, എന്നെ ഇഷ്ടപ്പെടുവോ, അല്ലെങ്കിൽ എൻ്റെ ക്യാരക്ടർ ഇതാവോ, അങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ലോട്ട് ഓഫ് പ്രശ്നങ്ങളിലൂടെയായിരുന്നു ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്നത്. ചിലർക്ക് ഈ വീഡിയോ കാണുമ്പോൾ ചോദിക്കും, അവർക്ക് പ്രാന്താവും, എന്തൊക്കെയോ ഇതില്ലാതെ വരുന്നത്. പക്ഷെ എൻ്റെ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവർക്ക് ഇതൊക്കെ റിലേറ്റഡ് ആവും. ഞാൻ പറഞ്ഞില്ലേ, തോനെയും പെൺപിള്ളേർക്കായിരിക്കും. അതുപോലെ
അതുപോലെ നമ്മളെ ബോഡി ഷെയിം ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പം എനിക്കങ്ങനെ ബോഡി ഷെയിമിങ്ങും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ചില മനുഷ്യരെ ബോഡി ഷെയിം ചെയ്യുമ്പോൾ ഞാൻ കയറി സംസാരിക്കാറുണ്ട്. അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യരുത്. അവരെ അത് എന്തോരം തളർത്തും, അവരുടെ മെന്റൽ ഹെൽത്തിനെ അത് നല്ല രീതിക്ക് ബാധിക്കും. അപ്പം ഇപ്പൊ ഞാനിത് പറഞ്ഞു വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ ആണ് കടന്നു പോകുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം ഇത് ഇപ്പോഴത്തെ ഒരു ടൈമിലാണ്, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് റെഡിയാവും. അതായത് ഈ ഒരു നടക്കുന്ന ഒരു സംഭവം ജീവിതകാലം മുഴുവൻ ഈ ഒരു സിറ്റുവേഷനിലൂടെ പോകത്തില്ല. കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് ഓക്കെ ആവും. അതിനെ നിങ്ങൾ തന്നെ വിചാരിക്കണം. അതിനുള്ള കുറച്ച് ടിപ്സ്, ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് ടിപ്സ് എന്ന് പറയുന്നത്, നമ്മൾ നല്ലപോലെ ഇപ്പം നിങ്ങൾ എക്സർസൈസ് ഒന്നും ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ എക്സർസൈസ് ഒക്കെ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് പാട്ട് പാടാനാണോ, അതുപോലെ ഡാൻസ് കളിക്കാനാണോ, അതുപോലെ ഫുഡ് കഴിക്കാനാണോ, ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുക. തളരാതിരിക്കുക. പിന്നെ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ട് പോകുന്ന നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്, ആ ഒരു ലക്ഷ്യത്തിൽ തന്നെ തുടർന്ന് പൊയ്ക്കൊണ്ടിരിക്കുക. ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് അതിനുള്ള ഒരു ബെനിഫിറ്റ് കിട്ടും എന്നാണ് വിശ്വസിക്കുന്നത്. ഇപ്പം തന്നെ ഞാൻ ഈ യൂട്യൂബ് ചാനലിൻ്റെ ഈ ഒരു കാര്യത്തിൽ ഞാൻ ഒത്തിരി വിഷമിക്കുന്നുണ്ട്. കാരണം അതിലും കുറച്ച് അവർ എഫേർട്ട് ഇടുന്നുണ്ടാവും. അവരൊക്കെ ആ ഒരു ജേണി കംപ്ലീറ്റ് ആക്കുന്നു, ഞങ്ങൾ എന്തുകൊണ്ടാക്കുന്നില്ല, അങ്ങനെയൊക്കെ എനിക്ക് ഒത്തിരി വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങളുടെ ഒരു ടൈം ആയി കാണത്തില്ലായിരിക്കും. ഒരു ടൈം ആവുമ്പോൾ അത് എത്തും എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷയിലാണ് ഓരോ ദിവസം കഴിയുമ്പോഴും മുന്നോട്ട് പോകുന്നത്. ഈ ഒരു എന്താണ് ഇപ്പോൾ ഉള്ള ഈ ഒരു കരച്ചിലുകളും ഈ ഒരു വിഷമങ്ങളും നാളെ നല്ലൊരു ഹാപ്പിനെസ്സിലേക്ക് എത്തും എന്നുള്ള ഒരു ചിന്തയിൽ തന്നെയാണ് മുന്നിലേക്ക് പോകുന്നത്. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരോട് എനിക്കിത് മാത്രമേ പറയാനുള്ളൂ. ഒരിക്കലും നിങ്ങൾ വിഷമിക്കരുത്. ഇങ്ങനെ ഒരു കാര്യത്തിൽ മാത്രം ഇങ്ങനെ തളർന്നിരിക്കരുത്. നിങ്ങൾ വിചാരിക്കാതെ നിങ്ങളുടെ ലൈഫ് നല്ല രീതിക്ക് മുന്നോട്ട് പോകത്തില്ല. നമുക്ക് എന്ത് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിലും മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. എല്ലാം ഓക്കെ ആവും, എല്ലാം ശരിയാവും. ഈ ഒരു നിമിഷത്തേക്ക് മാത്രം, നാളെ ഇതില്ല, നാളെ സന്തോഷം വരും. അങ്ങനെയാണ് ലൈഫ്. നാളെ സന്തോഷം വരും, പിന്നെ സങ്കടം വരും. അങ്ങനെയാണ് നമ്മൾ ഏറ്റക്കുറച്ചിലുകളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യങ്ങളൊക്കെ റിലേറ്റഡ് ആയിട്ട് മുന്നോട്ട് പോവുക, ചിന്തിക്കുക, നല്ലപോലെ സംസാരിക്കുക, ചിരിക്കുക, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഡിപ്രഷൻ, ആങ്സൈറ്റി എന്നൊന്നും പറയാൻ പറ്റാത്ത എന്തോ ഒരു ഇതാണ്, മൂഡ് സ്വിങ്സ് എന്നോ ഒക്കെ പറയാം. എന്നെ ഇങ്ങനെ സ്റ്റക്ക് ചെയ്ത് വെച്ചിരുന്ന കുറേ കാര്യങ്ങൾ, അതിൽ നിന്നൊക്കെ മൂവ് ഓൺ ആവാൻ ഞാൻ ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളാണ് ചെയ്തത്. അപ്പം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുക. എപ്പോഴെങ്കിലും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നിങ്ങൾക്ക് അതിനായിട്ടുള്ളൊരു റിസൾട്ട് കിട്ടും. പറയുന്നവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, അത് ജസ്റ്റ് മൈൻഡ് ആക്കണ്ട. കാരണം അങ്ങനെയൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് വട്ടായി പോത്തതേ ഉള്ളൂ. നമുക്ക് സങ്കടം വരും. നമ്മളെ കേൾക്കാൻ ഒരു മനുഷ്യർ പോലും ഇതാത്തില്ല. ആദ്യമൊക്കെ നമ്മൾ പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമോ, എനിക്ക് എന്തോ ബുദ്ധിമുട്ടോ, എനിക്ക് അങ്ങ് സങ്കടം വരുമോ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ആൾക്കാർ കുറച്ച് നാൾ കേൾക്കും, കുറച്ച് കഴിയുമ്പോൾ അവർ കേൾക്കത്തില്ല. ഇവർക്ക് എപ്പോഴും ഇതേ പറയാനുള്ളൂ എന്നുള്ള ഒരു ചിന്താഗതിയിലിരിക്കും. പിന്നെയും നിങ്ങളുടെ മനസ്സിങ്ങനെ കൈവിട്ട് പോകുന്നു എന്നുള്ള ഒരു രീതിക്കാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു രീതിക്കുള്ള കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെയൊന്നും ഇല്ല, നമ്മൾ തന്നെ വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. പറയാനുള്ളത് ഇപ്പം ഞാൻ ഈ ഒരു കാര്യങ്ങളാണ് പറയാനായിട്ട് വന്നിട്ടുള്ളത്. ആർക്കൊക്കെ റിലേറ്റഡ് ആവും, ആർക്കൊക്കെ ഇൻട്രസ്റ്റ് ആവും എന്നൊന്നും എനിക്ക് അറിയത്തില്ല. എനിക്ക് തോന്നിയ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, അത്ര മാത്രമേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. ഇപ്പം കുറേ ബെറ്റർ ആയിട്ട് വരുന്നു. അതാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.